ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാമർ ഹെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെൻറ്റഡ് റോസ് വെച്ചിട്ടുള്ള, അതായത് ഒരു ആർട്ടിഫിഷ്യൽ റോസ് വെച്ചിട്ട് ഫ്ലവർ ബൊക്കെ ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്, കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇതിൽ സെൻറ്റഡ് റോസും കുറച്ച് ജിപ്സം മാത്രമാണ് വെച്ച് ചെയ്യുന്നത്. ജിപ്സം മീൻസ് ബേബി ബ്രത്ത് എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നു. അത് ഫ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് 3-4 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 1 വീക്കോ വെച്ചിട്ട് ഒന്നാവാൻ പോകുന്നില്ല. ഒരു 2 വീക്സ് ആഫ്റ്ററേ ഒരു യെല്ലോ ഷെയ്ഡും അതിന് വന്ന് തുടങ്ങും. അത് പക്ഷെ അതൊരു ഡ്രൈ ഫ്ലവർ ആവുന്നത് കൊണ്ട് തന്നെ ഒരു കാണാനും ഭംഗിയുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റഡ് റോസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓവർ വർത്താനം പറഞ്ഞ് ഇതാക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു അർജന്റ് ഓർഡർ ആയിരുന്നു. സോ എനിക്ക് പെട്ടെന്ന് ട്രൈപോഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല, എന്നാൽ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ബാംബൂ സ്റ്റിക്ക് എന്നാണ് പറയുക. ഇത് നമ്മൾ ഫ്ലവേഴ്സ് ബൊക്കെ ചെയ്യാനും ബാക്കിയുള്ള കുറച്ച് യൂസസ് ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ഓരോന്ന്, അതിൻ്റെ പാക്കിന് 40-45 എന്തോണ് റേറ്റ് വരുന്നത്. ഈ ഫ്ലവറിന് നിങ്ങൾക്ക് പുറത്ത് ചിലപ്പോൾ 50 to 20 റേറ്റിലായിരിക്കും കിട്ടുക. എനിക്ക് അങ്ങനെയല്ല, ഞങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നത് കൊണ്ട് 10 ബിലോ ആയിട്ടാണ് റേറ്റിന് കിട്ടുക. സോ നമുക്ക് ഓരോന്നും ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ഓരോന്നും നമ്മൾ അതെടുക്കുക. സെല്ലോ ടേപ്പ് കൊണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്യാം. ഗ്ലൂ ഗണ്ണ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. പക്ഷെ കുറേ ടൈം അതിനെടുക്കും, കുറേ ടൈം വേസ്റ്റ് ആവും. ഇത് പെട്ടെന്ന് എനിക്ക് കൊടുക്കണം. ഇത് കഴിഞ്ഞ് എനിക്ക് ഈവനിങ് 2-3 ഓർഡേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ്ടേ 2 ഡൗട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒരു വീഡിയോ ഓണാക്കിയിട്ടു. അധികം ഡീറ്റെയിൽ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ബട്ട് എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് 10-20-25ഓളം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബേബി ബ്രത്ത് എടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് കൊണ്ട് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ തെർമോക്കോൾ പീസ് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോവാണ് ഫ്ലവേഴ്സ് എല്ലാം. ഇതിപ്പോൾ കണ്ടില്ല, സെൻറ്ററിൽ ഫസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഇതിൽ ഇങ്ങനെ ഓരോന്ന് ഫ്ലവറിൻ്റെ പോലെ അതിന് ചുറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 7 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തത്. ജിപ്സം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ആംഗിളിൽ വെക്കരുത്. ജിപ്സം നമ്മളിങ്ങനെ ഇല്ലാത്ത സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്കത് വെച്ച് വരുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറച്ച് ലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക ഈ കളറ് സെൻറ്റഡ് റോസ്. വേറൊരു ലൈറ്റ് റെഡ് ഒക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ നമ്മളത് ഈ ബാംബൂ സ്റ്റിക്ക് ഒന്നും കൂടി താഴത്തുനിന്ന് എല്ലാം കൂടി ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് അത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മളിതിന് ചൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ബൊക്കെ ഷീറ്റാണ് യൂസ് ആക്കുന്നത്. ഇത് സ്റ്റോക്ക് ചെയ്തിട്ട് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനൊരു 4 ഷീറ്റ്സ് വാങ്ങിയാൽ മതി. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആദ്യം വെക്കാം, പിന്നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ നമുക്ക് 3 ഷീറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ കൈവച്ച സ്ഥലത്ത് ഒന്ന് സെല്ലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ട്രൈപോഡ് തിരയേണ്ട മടി കൊണ്ട് കാരണം പെട്ടെന്ന് ആക്കിയെടുത്തതാണ്. ഫസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് വെച്ച ആ ഷീറ്റ് ഫസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണ്. 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് തെർമോക്കോളുമേൽ സെല്ലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഷീറ്റ് എടുത്തിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് ഒരു ഷീറ്റ് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് താഴെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ സെല്ലോ ടേപ്പ് ചെയ്ത ഭാഗങ്ങൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ ഒരു ബോ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് റീൽസിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ട്സുകളാണ് കാണുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? എനിക്കറിയാം ഇത് എത്രത്തോളം ഡൗട്ട് തീർന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ 2 ഷീറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് വെച്ചതിന് ശേഷം പിന്നെ ഒരു ഷീറ്റ് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്ത് താഴെ ഇങ്ങനെ ചുറ്റിലൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ഞാൻ എന്താണെങ്കിൽ നെക്സ്റ്റ് എനിക്ക് ബൊക്കെ ഓർഡേഴ്സ് കിട്ടാറുണ്ട്. പക്ഷെ എല്ലാം ഒരു അർജൻറ്റായിട്ട് കിട്ടുന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എനിക്കത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. എങ്ങനെയുണ്ട്? സിമ്പിൾ
ബൊക്കേറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മോർ സജഷൻ ഉണ്ടെങ്കിൽ പറയാം. സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ വീഡിയോക്ക് ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമ്മളൊരു കുഞ്ഞ് ചാനലാണ്, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സോ ആരും ഇല്ല. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്കിഷ്ടമാണ് ഇങ്ങനെ പറയാൻ ചെയ്യാനൊക്കെ. സോ അത് മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഇൻസ്റ്റാഗ്രാമത്തിലായതുകൊണ്ട് തന്നെ അവിടെയാണ് ഞാൻ കൂടുതലും വ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്കിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് തന്നെ എടുത്ത് നോക്കാമല്ലോ ഞാൻ ചെയ്ത വ്ളോഗ്സും കാര്യങ്ങളൊക്കെ. സോ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.